ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ലൻഡിൻ്റെ ദിവസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്ന ലൻഡ് ഡേയ്സ്. അതിൽ ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മളെ തന്നെ സ്വയം വിലയിരുത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയ നോമ്പ് എന്ന് പറയുന്ന നോമ്പിൽ നമ്മളുടെ ശരീരത്തെയും അതോടൊപ്പം നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് നമുക്കറിയാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തവൻ പാപം ചെയ്യുന്നു. എന്നാൽ ആന്തരിക ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ ബാഹ്യ ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്ന് നമ്മളെ തന്നെ സ്വയം ഭക്ഷണം ക്രമീകരണം വരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ശരീരം ശുദ്ധീകരിക്കുന്നു. അതുപോലെ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് ഉപവാസം എടുത്തും കുമ്പിട്ടും ദൈവസന്നിധിയിലെ താഴ്മയോടെ ആയിരുന്നു നമ്മുടെ ദിവസങ്ങൾ കഴിക്കാനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഏതാനും 2 വാക്യങ്ങളിൽ നിന്നും വിഷയം നമ്മളുടെ ചിന്തയ്ക്കായിട്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുന്ന അത് നടന്നില്ല എങ്കിൽ ഈ നോമ്പ് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നു. അത് നമ്മുടെ ശാരീരിക മരണത്തെക്കുറിച്ചല്ല, ആത്മീയ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാതെ, അതായത് നമ്മുടെ ചിന്തകൾ, അതുപോലെ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ, അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ളതായ പല തെറ്റായ പ്രവണതകളെയും, അതായത് നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ചെന്ന് പെടുന്നത് വലിയ പാപത്തിലായിരിക്കും. അതുപോലെ നമ്മൾക്ക് ആ നെഗറ്റീവ് ചിന്തകളെ ഉപേക്ഷിച്ച് നമ്മളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് കഴിയുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. അതായത് മത്തായിയുടെ സുവിശേഷത്തെ നാം 5-ാം അധ്യായം വായിക്കുമ്പോൾ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് വായിക്കുന്നു, അഥവാ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നു. ആ സൗഭാഗ്യങ്ങൾ എല്ലാ ഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത്. 8-ാമത്തെ വാക്യം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ സാധിക്കൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഹൃദയം ഏറ്റവും പ്യുവർ ആയിരിക്കുന്നതിൽ കൂടിയാണ് ഈ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട്, അതായത് ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയം എപ്പോൾ അത് പ്യുവറായിട്ടും അത് പ്യൂരിറ്റിയുള്ളൊരു ഹാർട്ടും ക്ലീൻ ഹാൻഡ്സുമായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച് ആ വഴിയിലേക്ക് കടന്നു വരുന്നപ്പോഴാണ് ഈ സൗഭാഗ്യം നമുക്ക് കിട്ടുന്നത്. ഒരു മനുഷ്യൻ്റെ ശരിയായ പ്രവർത്തനത്തിൽ കൂടി, അഥവാ അവൻ്റെ കൈ ശുദ്ധമാണോ എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള, അതായത് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ശരിയായ ഉദ്ദേശശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. കറക്റ്റ് മോട്ടീവ്സ് ബിഹൈൻഡ് ദി ആക്ഷൻ. അങ്ങനെ നമ്മൾ ഒരു ശുദ്ധ ഹൃദയമുള്ള വ്യക്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് നല്ല ഒരു ശരിയായ ആറ്റിറ്റ്യൂഡും നല്ല മനസ്സും ഉണ്ടായിരിക്കും. ദാവീദ് രാജാവ് 24-ാം സങ്കീർത്തനം 4:5 ഇങ്ങനെ പറയുന്നു: വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കുമെന്ന്. അപ്പോൾ വെടിപ്പുള്ള കൈയും അതുപോലെ തന്നെ നിർമ്മല ഹൃദയവും ഉള്ളവന് ഒരിക്കലും വ്യാജത്തിനും കൂട്ടുനിൽക്കുകയില്ല, അതുപോലെ തന്നെ കള്ളസത്യം പറയാനായിട്ട് പോകത്തില്ല, അതായത് നീതിയല്ലാത്ത ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കുകയില്ലെന്ന് അർത്ഥം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും എന്നുള്ളതാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തെ പലപ്പോഴും സ്ക്രിപ്റ്റേഴ്സിൽ ആലങ്കാരികമായി ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഇരിപ്പിടമായിട്ട്, അതായത് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ അഫക്ഷൻസ്, നമ്മുടെ പാഷൻ, ഇതൊക്കെയും സ്ഥിതി ചെയ്യുന്ന അതായത് നമ്മുടെ ഈ ഹൃദയമാണ്. ഒരു പ്യുവർ ഹാർട്ട് എന്ന് റെഫർ ചെയ്യപ്പെടുന്ന ആളുകളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരുള്ളിൽ നിന്നും മോട്ടീവ് ആയിട്ടുള്ളവരും ദൈവിക കൽപ്പനകൾക്ക് ആഗ്രഹം ഉള്ളവരും അതുപോലെ തന്നെ അനുസരണമുള്ള അതിനെ പ്രവർത്തിക്കുന്നവരും ആയിരിക്കുമെന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ട്രൂ ക്രിസ്ത്യാനിറ്റി ലൈസ് വിത്തിൻ ദ ഹാർട്ട്, ഇൻ ദ പ്യൂരിറ്റി ഓഫ് ദ ഹാർട്ട് ദാറ്റ് ഈസ് വാഷ് ഫ്രം ഈവിൽ. നമുക്കറിയാം, ഹൃദയത്തിലാണ് മാറ്റം വരുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹൃദയത്തിന് മാറ്റം വന്ന് ഹൃദയം ശുദ്ധിയുള്ളതായി തീർന്നാൽ മാത്രമേ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയുള്ളൂ. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4:14 ഇങ്ങനെ വായിക്കുന്നു: നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയുക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അത് എത്രത്തോളം ദുഷ്ടവിചാരങ്ങളാണ് നല്ല വിചാരങ്ങളാണെന്ന് സ്വയം നമ്മൾ വിലയിരുത്തണം. നമ്മുടെ ദുഷ്ടതയെ കഴുകിക്കളഞ്ഞെങ്കിൽ നമ്മൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ ഗലാത്യർ 4:6 പറയുന്നത്: നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചുവെന്ന്. അപ്പോൾ കർത്താവിൽ നമ്മളായി കഴിയുമ്പോൾ, നമ്മളൊരു പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് അർഹതയുള്ളവരായി മാറുന്നു. തൻ്റെ സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു തരികയാണ്. നമ്മുടെ ഉള്ളിൽ പിന്നെ അവൻ വസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കർത്തൃത്വം അവനാണ് എടുക്കുന്നത്. നമ്മുടെ സ്വയ ചിന്തകളെ മാറ്റിവെച്ച് ദൈവികമായ കൽപ്പനകളെയും ദൈവികമായ ചിന്തകളെയും നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഒരു ശരിയായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ഒരു നല്ല ദുഷ്ടവിചാരങ്ങളില്ലാത്ത ഹൃദയമായി മാറുന്നത്. നമുക്കറിയാം, ദൈവം മാത്രമാണ് ഹൃദയങ്ങളെ കൃത്യമായിട്ട് ശോധന കഴിക്കുന്നവൻ. അവൻ്റെ കണ്ണിന് ഒന്നും മറവായിരിക്കുന്നില്ലെന്ന് നമുക്കറിയാം. നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും ഹൃദയവിചാരങ്ങളും അവൻ്റെ സന്നിധിയിൽ തുറന്നും അതായത് നഗ്നവുമായി കിടക്കുന്നതും ആകുന്നല്ലോ. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ്. അവൻ്റെ കണ്ണിനൊന്നും മറവായിരിക്കുന്നില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17:10 വായിക്കുന്നത്: യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുമെന്നാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. നമ്മൾ പുതിയ നിയമത്തിലെ എബ്രായരുടെ പുസ്തകം 4:13 പറയുന്നത് പോലെ അവൻ്റെ ദൃഷ്ടിയുടെ മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്ന നാം അവന് കണക്ക് കൊടുക്കേണ്ടി വരും. അവനോടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഓരോ ചിന്തകൾക്കും ഓരോ നമ്മുടെ ഹൃദയവിചാരങ്ങൾക്കും ദൈവസന്നിധിയിൽ കണക്കുണ്ട്. അതിനെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ഒരു ക്ലെൻസിങ് നടത്തി നമ്മളെ തന്നെ നമ്മൾ ദൈവസന്നിധി താർത്ത് അവൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് പുതിയൊരു ജീവിതം നമ്മൾ ഈ സമയം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നോമ്പ് കാലത്ത് നമ്മളെ തന്നെ അതിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമുള്ള ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഹൃദയശുദ്ധി വരുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം ആരംഭിച്ചപ്പോൾ അവിടെ 8-ാം വാക്യത്തിൽ യേശു പറയുന്നത് ഒരു ഹൃദയശുദ്ധിയുള്ള, അതായത് ഒരു പ്യുവർ ഹാർട്ടുള്ള ഒരാൾക്കുണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണല്ലോ. അവൻ ദൈവത്തെ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവികമായ ഇടപെടലിൻ്റെ കരം അവൻ്റെ എല്ലാ സാഹചര്യങ്ങളിൽ മേലെ, അവൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ മേലെ, അതായത് എല്ലാ അവൻ്റെ ഇൻസൈറ്റൊക്കെയും ഹെവൻലി സൈറ്റ് ആയിരിക്കും എന്നുള്ള വ്യക്തിയായിട്ട് അവൻ മാറുന്നതായി കാണാം. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളിന്മേലും ദൈവത്തിൻ്റെ കരം അവന് തക്ക സമയത്ത് പ്രവർത്തിച്ച് അവന് ആ ഒരു സൗഭാഗ്യം ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ നമുക്ക് ചുറ്റുമുള്ളവരിലും പ്രവർത്തനങ്ങളിലും ദൈവത്തെ കാണുവാൻ നമുക്ക് ഇടയാകണം. അതേപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഈ ലോകപ്രകാരം നമ്മൾ സമ്പത്തും വലിയ സാഹചര്യങ്ങളും വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളും ഒക്കെ ഉള്ളവരെയാണ് ഭാഗ്യവാനെന്ന് കരുതുന്നത്.
എന്നാൽ ദൈവവചനം പറയുന്നത് ഒരുവന് ഹൃദയശുദ്ധിയും ആത്മാവിൽ കപടവും ഇല്ലാതിരുന്നാൽ ആ അവസ്ഥയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ വിപരീതമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ ഭാഗ്യാവസ്ഥ അതാണ് നമുക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും ശാന്തിയും തരുന്നതായ ഒരു ജീവിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ദാവീദ് രാജാവിൻ്റെ ഒരു ധ്യാനം നോക്കുകയാണെങ്കിൽ 32-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഏറ്റവും വലിയ ഒരു കഷ്ടത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയതും അങ്ങനെയുള്ള പ്രശ്നം അനുഭവിച്ചതുമായ ഒരു വ്യക്തിയാണല്ലോ ദാവീദ് രാജാവ്. എന്നാൽ തൻ്റെ ജഡത്തിൻ്റെ പാപം ചെയ്തിട്ട് അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോഴുള്ള ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തൻ്റെ ജഡത്തിൻ്റെ മനസ്സിനെയും അതിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പാപം ചെയ്ത് ഒറ്റ പാപത്തിൽ കൂടി പല ദൈവിക കൽപ്പനകളും ലംഘിച്ച ഒരു വ്യക്തിയാണ്. തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ പറയാതെ ഹൃദയത്തെ കൊണ്ടു നടന്നപ്പോൾ അനുഭവിച്ച വേദന, അതായത് ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ ഭാരമായി മാറിയെന്ന് ദാവീദ് പറയുന്നു. ദാവീദ് ചെയ്ത പാപം നമുക്കറിയാം. എന്നാലും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ചു. അവളെ കൈക്കലാക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ വഞ്ചനയിൽ കൂടി, അതായത് ചതിയിൽ കൂടി കൊല ചെയ്യുന്നു. നിർദോഷ രക്തത്തെ ചൊരിഞ്ഞു. അന്യൻ്റെ ഭാര്യയെയോ വസ്തുവകയോ ഒന്നും മോഹിക്കരുത് എന്ന കൽപ്പന ലംഘനം, അതുപോലെ കൊല ചെയ്യരുത് എന്ന കൽപ്പന ലംഘനം, വഞ്ചിക്കരുത് തുടങ്ങിയ അനേക പാപങ്ങൾ. എന്നാൽ പിന്നീട് ദാവീദ് ദൈവസന്നിധിയിൽ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്നും അവന് കിട്ടിയ ക്ഷമയുടെ ആ അവസ്ഥയിൽ അനുഭവിക്കുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 2-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. തൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദാവീദ് പറയുന്നതാണ് നമ്മൾ ഇത് വായിച്ചത്. കർത്താവിൽ പ്രിയരെ, നാം ഓരോരുത്തരും സ്വയം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് അവൻ്റെ മുൻപിൽ നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ ക്ഷമ പ്രാപിക്കാം. റോമാലേഖനം 4:5-8 ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജസ്റ്റിഫിക്കേഷൻ ഈസ് ബൈ ഗ്രേസ് എന്ന്. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ജസ്റ്റിഫിക്കേഷൻ കിട്ടിയത് ദൈവത്തിൻ്റെ ആ കൃപ കൊണ്ട് മാത്രമാണ്, ഗ്രേസ് കൊണ്ട് മാത്രമാണ്. നമ്മളുടെ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളോ അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യമോ ഒന്നുമല്ല നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തത്. അതേപോലെ തന്നെ നമ്മുടെ നോക്കുമ്പോൾ നമ്മൾ നോമ്പ് കാലത്തുള്ള മറ്റൊരു സ്റ്റെപ്പാണ് സാധുക്കളെ സഹായിക്കുക എന്നത്. എല്ലാ വിധത്തിലും നമ്മൾക്ക് സാധുക്കളെ സഹായിക്കുവാൻ സാധിക്കും. അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവിനനുസരിച്ച് സഹായിക്കുവാൻ ശ്രമിക്കണം. അതിൽ ജാതിയോ മതമോ ഭാഷയോ ദേശമോ ഒന്നും ബാധകമല്ലെന്നുള്ളതാണ്. നാം ഒരു തീരുമാനം ഹൃദയത്തിലെടുത്ത്, അതായത് ഞാൻ ഈ വർഷം ഇന്നത് ചെയ്യും, അല്ല ഈ മാസം ഞാൻ ഇന്നത് ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു, അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്ത് നമ്മൾ സാധുക്കളെ സഹായിക്കുവാനായിട്ട് ശ്രമിക്കണം. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടിയാണ്. അതായത് മേഘ പ്രവചനം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് നീതി, ദയ, വിനയം എന്നിവയിൽ അധിഷ്ഠിതമായ ജീവിതമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയയിൽ തൽപരനായിരിക്കാനും ദൈവത്തോട് വിനയത്തോടെ നടപ്പാനും അല്ലാതെ യഹോവ മറ്റൊന്നും ചോദിക്കുന്നില്ല. നീതിയും ന്യായവും ജീവിതത്തിൽ നടപ്പിലാക്കുക. മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ സത്യസന്ധതയും കൃത്യതയും പുലർത്തുക. അനീതിക്കെതിരെ നിലകൊള്ളുക. വിശക്കുന്നവരെ പോറ്റുക. ദരിദ്രരെ സഹായിക്കുക. കരുതലുള്ളവരായിരിക്കുക. അവസാനമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോടുകൂടെ താഴ്മയോട് വിനയത്തോടുകൂടി അവനോടൊപ്പം നടക്കണം.
വാക്ക് ഹംബ്ലി വിത്ത് ഗോഡ്. നമ്മുടെ സ്വന്തം കഴിവിലല്ല, ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ വിനയത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ ദൈവം വസിക്കുന്നു. അവന് ഐശ്വര്യവും സമ്പത്തും നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് സങ്കീർത്തന പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനമെന്ന്. നമ്മൾ ഏതാനും നാളുകൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ വലിയ ഒരു സംരംഭകൻ്റെ അന്ത്യം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുകയല്ലേ ചെയ്തത്. നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയാലും, വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താലും, വലിയ ബിസിനസ് സംരംഭകരല്ല പണക്കാരായി എന്ത് നിലയിലെത്തിയാലും ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി ദൈവത്തിൻ്റെതാണ് നമ്മുടെ ഈ ജീവിതമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മളെ തന്നെ സ്വയം താഴ്ത്തി നമ്മൾ ജീവിച്ച് ദൈവസന്നിധി താഴ്ന്നു കഴിയുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുവാനായിട്ട് ഇഷ്ടപ്പെടും. ദൈവം നമ്മളിൽ വസിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒരുപോലെ ശോധന ചെയ്ത് ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് ജീവിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ ഏവരെയും അതിന് സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ നൈസ് ടൈം. ബൈ.